പൊട്ടിക്കട്ടെ. യാത്രയ്ക്കും താമസത്തിനും ഭക്ഷണത്തിനുമെല്ലാം വലിയ എക്സ്പെൻസ് ഇല്ലാതെ സന്ദർശിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. വിയറ്റ്നാമിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വിയറ്റ്നാമിലേക്ക് വരുന്നവർ സാധാരണയായി ഹനോയിലോ ഹോച്ചിമിൻ സിറ്റിയിലോ ആണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. ഹനോയിലേക്ക് ഫ്ലൈറ്റ് സർവീസുകൾ കുറവാണ്, അതുപോലെ എക്സ്പെൻസീവുമാണ്. ഇതൊരു അസൗകര്യമായി തോന്നുന്നവർക്ക് ഹോച്ചിമിൻ സിറ്റിയിലേക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഹോച്ചിമിൻ സിറ്റി കണ്ടതിന് ശേഷം ഹനോയിലേക്ക് പോകാം. ഹനോയിൽ ഫ്ലൈറ്റ് ഇറങ്ങി വിയറ്റ്നാം കാണുന്ന ക്രമത്തിലാണ് ഇവിടെ കാര്യങ്ങൾ വിവരിക്കുന്നത്. വിയറ്റ്നാമിൻ്റെ തലസ്ഥാന നഗരമാണ് ഹനോയി. ഹനോയിലെ കാഴ്ചകൾ കാണുന്നതിനായി ബസ്, ടാക്സി കാറുകൾ, ബൈക്ക് ടാക്സികൾ തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. സിറ്റിക്കുള്ളിൽ യാത്ര ചെയ്യാൻ ഗ്രാബ് പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ബൈക്കുകളോ കാറുകളോ ബുക്ക് ചെയ്യുന്നതാണ് ഉചിതം. ഹനോയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഓൾഡ് ക്വാർട്ടർ. നോയ്ബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അരമണിക്കൂർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം. ധാരാളം ഹോട്ടലുകൾ ഇവിടെയുണ്ട്. ഓൾഡ് ക്വാർട്ടറിൽ തന്നെ താമസിച്ച് കാഴ്ചകൾ കാണുന്നതായിരിക്കും നല്ലത്. വിയറ്റ്നാമീസ് ആർക്കിടെക്ചറിൻ്റെയും സ്ട്രീറ്റ് ഫുഡിൻ്റെയും ട്രഡീഷണൽ ഷോപ്പുകളുടെയും ഒക്കെ ഒരു കേന്ദ്രമാണിവിടം. അതുപോലെ നൈറ്റ് ലൈഫിന് പ്രശസ്തമായ ഒരിടം കൂടിയാണിത്. 36 സ്ട്രീറ്റുകളാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണ് ബിയർ സ്ട്രീറ്റ്. വ്യത്യസ്ത തരം ഭക്ഷണങ്ങളും ഡ്രിങ്ക്സും ആസ്വദിക്കാൻ ധാരാളം സഞ്ചാരികൾ ഇങ്ങോട്ടെത്താറുണ്ട്. നടന്ന് കാഴ്ചകൾ കാണാനും സ്ട്രീറ്റ് ഫുഡ് ആസ്വദിക്കാനുമൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഓൾഡ് ക്വാർട്ടർ. വിയറ്റ്നാം. അതുപോലെ ഹനോയിൽ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഹനോയി ട്രെയിൻ സ്ട്രീറ്റ്. കെട്ടിടങ്ങൾക്കിടയിലുള്ള ഒരു സിംഗിൾ ട്രാക്കിലൂടെ ട്രെയിൻ വരുന്നതാണ് ഇവിടുത്തെ കാഴ്ച. 1902 ഫ്രഞ്ചുകാരാണ് ഈ റെയിൽപാത നിർമ്മിച്ചത്. റെയിൽവേ ട്രാക്കിന് ഇരുവശവും കഫേകളും റെസ്റ്റോറൻറ്റുകളുമൊക്കെയാണ്. കൂടാതെ ഈ സ്ഥലം ഒരു ഫോട്ടോ പോയിന്റ് കൂടിയാണ്. വിയറ്റ്നാമിലെ ആദ്യത്തെ പ്രസിഡന്റും അവരുടെ ഒരു റവല്യൂഷണറി ലീഡറുമായ ഹോച്ചിമിൻ്റെ ബോഡി എംബാം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ഹോച്ചിമിൻ മുസോളിയവും ഹനോയിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഹോച്ചിമിൻ്റെ ബോഡി നേരിട്ട് കാണാൻ സാധിക്കും. ഹോച്ചിമിൻ മുസോളിയത്തിനകത്ത് ക്യാമറ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഹോച്ചിമിൻ മുസോളിയം കണ്ടു കഴിഞ്ഞാൽ ഇതിന് തൊട്ടടുത്തുള്ള ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ കാണാം. വിയറ്റ്നാമിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ 1000 വർഷങ്ങൾക്ക് മുമ്പാണ് പണി കഴിപ്പിച്ചത്. പരീക്ഷകളിൽ വിജയം നേടാൻ പ്രാർത്ഥിക്കാനായി നിരവധി വിദ്യാർത്ഥികളാണ് ദിവസേന ഇവിടേക്ക് എത്തുന്നത്. വിയറ്റ്നാം ഫ്രഞ്ച് കോളനിയായിരുന്ന സമയത്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഹോൾ ഓഫ് പ്രിസൺ, അതുപോലെ 1 പില്ലർ പഗോഡ, ഹനോയ് ഒപ്പേറ ഹൗസ് തുടങ്ങി വേറെയും കാഴ്ചകൾ ഹനോയിലുണ്ട്. ഹനോയിലെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ അവിടെ എത്തിയ ശേഷം വേണമെങ്കിൽ ഓൾഡ് ക്വാർട്ടറിൽ തന്നെയുള്ള ഏതെങ്കിലും ലോക്കൽ ട്രാവൽ ഏജൻസിയിൽ നിന്നും ഒരു 1 ഡേ ട്രിപ്പ് എടുക്കാം. മിനി ബസ്സിൽ ടൗണിലുള്ള പ്രധാന അട്രാക്ഷൻസ് ഒക്കെ അതിൽ കവർ ചെയ്യും. ഇത്തരം ടൂർ ഓപ്പറേറ്റേഴ്സ് ധാരാളമുണ്ട് അവിടെ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പല ട്രാവൽ ഏജൻസിയിൽ കയറി നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത ശേഷം മാത്രമേ ഡീൽ ഉറപ്പിക്കാവൂ. വിയറ്റ്നാമിൽ അടുത്തതായി നിങ്ങൾ കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു സ്ഥലമാണ് ഹാലോങ് ബേ. ഹനോയിൽ നിന്നും 2.5 മണിക്കൂർ യാത്ര ചെയ്താലാണ് ഹാലോങ് ബേയിൽ എത്തുക. നേരത്തെ പറഞ്ഞ ട്രാവൽ ഏജൻസികൾ ഇങ്ങോട്ടേക്കുള്ള ടൂറുകളും അറേഞ്ച് ചെയ്തു തരും. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൽ ഇടം നേടിയ വിയറ്റ്നാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. 1900-ഓളം ദ്വീപുകൾ, ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടുള്ള വലുതും ചെറുതുമായ നിരവധി ഗുഹകൾ എന്നിവയൊക്കെ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ഇവിടുത്തെ യാത്ര മുഴുവൻ വലിയ ബോട്ടുകളിലാണ്. 1 ഡേ പാക്കേജുകളും ബോട്ടിൽ ഒരു ദിവസം താമസിച്ചുള്ള പാക്കേജുകളും ഇവിടെ ലഭ്യമാണ്. ബോട്ടിൽ നിന്നുകൊണ്ടുള്ള സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും ഒക്കെ കാഴ്ച മനോഹരമാണ്. ഓൾഡ് ക്വാർട്ടറിൽ നിന്നും 1.25 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന നിൻബിനാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഹാലോങ് ബേ ഇൻലാൻഡ് എന്നാണ് നിൻബിനെ വിശേഷിപ്പിക്കുന്നത്. നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഇവിടുത്തെ ബോട്ട് റൈഡ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കാലുകൊണ്ട് ബോട്ട് തുഴയുന്ന അപൂർവ കാഴ്ച ഇവിടെ നിങ്ങൾക്ക് കാണാനാകും. അതുപോലെ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് കോംപ്ലക്സ് ആയ ബായ്ദിൻ പഗോഡ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. നിരവധി ക്ഷേത്രങ്ങളും 500ഓളം ബുദ്ധപ്രതിമകളും ഇവിടെ കാണാം. വിയറ്റ്നാമീസ് വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. നിൻബിനിലെ മറ്റൊരു അട്രാക്ഷനാണ് ഹാങ് മൂവ വ്യൂ പോയിന്റ്. 500ഓളം കൽപ്പടവുകൾ കയറിയാണ് ഈ പർവ്വതത്തിൻ്റെ മുകളിലെത്തുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡ്രാഗൺ ശില്പവും ഈ പർവ്വതത്തിന് മുകളിലുണ്ട്. വിയറ്റ്നാം സന്ദർശനത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് സാപ്പ. ഹനോയിൽ നിന്നും 5 മണിക്കൂർ യാത്ര ചെയ്താൽ വിയറ്റ്നാമിൻ്റെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സാപ്പയിലെത്താം. നമ്മുടെ നാട്ടിലെ തേയിലത്തോട്ടങ്ങൾക്ക് സമാനമായി തട്ടുതട്ടായുള്ള നെൽകൃഷി ഇവിടുത്തെ ഒരു കാഴ്ചയാണ്. ലോക്കൽ ഗൈഡുകളുടെ സഹായത്തോടെ നമുക്ക് ഇവിടെ ചുറ്റിക്കാണുകയും പരമ്പരാഗത കൃഷി രീതിയെക്കുറിച്ച് കൂടുതൽ അറിയാനുമാകും. സാപ്പയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ് ഇവിടുത്തെ ക്യാറ്റ് വില്ലേജ്.
സാപ്പ പട്ടണത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള ഒരു പരമ്പരാഗത ഗ്രാമമാണിത്. ഒരു വെള്ളച്ചാട്ടത്തിന് ചുറ്റുമായാണ് ഈ ഗ്രാമം നിലനിൽക്കുന്നത്. പലതരത്തിലുള്ള വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കൾ നമുക്കിവിടെ നിന്ന് വാങ്ങാനാവുന്നതാണ്. പ്രാദേശിക ഭക്ഷണമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ഐറ്റം. പരമ്പരാഗത വിയറ്റ്നാമീസ് വസ്ത്രമണിഞ്ഞ് ഫോട്ടോ എടുക്കാനും വേണമെങ്കിൽ അവ വാങ്ങാനും ഇവിടെ അവസരമുണ്ട്. സാപ്പയിൽ നിന്നും 5 മണിക്കൂറോളം യാത്ര ചെയ്താൽ നമുക്ക് ഹാജിയാങ് ലൂപ്പിലെത്താം. വിയറ്റ്നാമിൽ ഒരു ബൈക്ക് റൈഡ് ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച ഓപ്ഷനാണിത്. ഇതിനായുള്ള ബൈക്കുകൾ സാപ്പയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. മനോഹരമായ പർവ്വതനിരകൾക്ക് മധ്യത്തിലൂടെ ഗ്രാമഭംഗി ആസ്വദിച്ച് നമുക്കിവിടെ യാത്ര ചെയ്യാം. ബൈക്കിൽ കറങ്ങി ഹാജിയാങ് ലൂപ്പിലെ കാഴ്ചകൾ മുഴുവൻ കണ്ടു തീർക്കാൻ 4 ദിവസം വരെ വേണ്ടി വന്നേക്കാം. വിയറ്റ്നാമിലെ മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പോങ് നാ കെബാങ് നാഷണൽ പാർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹയായ സൺഡൂങ് ഗുഹ ഇവിടെയാണുള്ളത്. ഇവിടെ ടെന്റ് ക്യാമ്പിങ്ങിനുള്ള അവസരമുണ്ടെങ്കിലും മാസങ്ങൾക്ക് മുൻപ് തന്നെ ബുക്ക് ചെയ്താലേ അത് ലഭിക്കൂ. ഇമ്പീരിയൽ സിറ്റി ഓഫ് വിയറ്റ്നാം എന്നറിയപ്പെടുന്ന ഹ്യൂ ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് തീൻ മ്യൂ പഗോഡ. പെർഫ്യൂം നദിക്ക് അഭിമുഖമായി 7 നിലകളിലാണ് ഈ ബുദ്ധമത ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. പഗോഡ കൂടാതെ മുസോളിയങ്ങളും ഡോങ്ബ മാർക്കറ്റുമൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണ്. ഹ്യൂവിൽ നിന്നും 90 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തീരദേശമായ ഡനാങ്ങിലെത്താം. ഇവിടുത്തെ മൈഖി ബീച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നാണ്. നീന്തൽ, സൺബാത്തിങ്, വാട്ടർ സ്പോർട്സ് തുടങ്ങി നിരവധി കാര്യങ്ങൾ നമുക്കിവിടെ ആസ്വദിക്കാവുന്നതാണ്. ഡനാങ്ങിലെ മറ്റൊരു പ്രശസ്തമായ കാഴ്ചയാണ് ഗോൾഡൻ ബ്രിഡ്ജ്. ഒരു മലയ്ക്ക് മുകളിലായാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. താഴെ നിന്നും ടിക്കറ്റ് എടുത്ത് കേബിൾ കാറിൽ വേണം മുകളിലേക്ക് പോകാൻ. 2 കൈപ്പത്തികളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന രൂപത്തിലാണ് 150 മീറ്റർ നീളമുള്ള ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. മലയ്ക്ക് മുകളിലായി ഒരു ഫ്രഞ്ച് വില്ലേജും അമ്യൂസ്മെന്റ് പാർക്കും ഗോൾഡൻ ബ്രിഡ്ജുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഡനാങ്ങിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അടുത്തതായി നിങ്ങൾക്ക് പോകാൻ സാധിക്കുക ഹൊയാനിലേക്കാണ്. ഡനാങ്ങിൽ നിന്നും 30 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഹൊയാനിലേക്കുള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക നഗരങ്ങളിൽ ഇടം നേടിയ വിയറ്റ്നാമിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്നാണിത്. ഏഷ്യൻ യൂറോപ്യൻ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, ലോക്കൽ മാർക്കറ്റുകൾ, ബീച്ചുകൾ എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. നമ്മുടെ ഫോർട്ട് കൊച്ചിയോ മട്ടാഞ്ചേരിയോ ഒക്കെ പോലെ തോന്നിക്കുന്ന എന്നാൽ അവയേക്കാൾ ഇരട്ടി വലിപ്പമുള്ള മനോഹരമായൊരു ടൗണാണ് ഹൊയാൻ. ഇവിടെ വന്നാൽ കാഴ്ചകളൊക്കെ കണ്ട് ഒരു സൈക്കിൾ റൈഡ് നടത്താം. അതുപോലെ കുട്ടവഞ്ചിയിൽ നദിയിലൂടെയുള്ള കറക്കവും പോത്തിന്റെ പുറത്തിരുന്നുള്ള സവാരിയുമെല്ലാം ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനാകും. കൂടാതെ ആഭരണങ്ങൾ, കളിമൺ പാത്രങ്ങൾ, വിയറ്റ്നാമീസ് പലഹാരങ്ങൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങി നിരവധി സാധനങ്ങൾ വിൽക്കുന്ന ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റുകളൊക്കെ കണ്ട് കുറച്ചു നേരം ഒരു സ്ട്രീറ്റ് വാക്കും നടത്താം. വിയറ്റ്നാമീസ് ഫുഡ് ലഭിക്കുന്ന ഇവിടുത്തെ ഫുഡ് മാർക്കറ്റും നിങ്ങൾ സന്ദർശിച്ചിരിക്കേണ്ട ഒന്നാണ്. ലാൻഡേൺ സ്ട്രീറ്റ് ആണ് ഹൊയാനിലെ മറ്റൊരു പ്രധാന ആകർഷണം. നമ്മുടെ അടുത്ത ലൊക്കേഷൻ മൈസൺ സാങ്ച്വറിയാണ്. ഹൊയാനിൽ നിന്നും 1 മണിക്കൂർ സഞ്ചരിച്ചാൽ മൈസൺ സാങ്ച്വറിയിലെത്താം. യുനെസ്കോയുടെ ലോക പൈതൃക ലിസ്റ്റിലുള്ള ഒരു പുരാതന ഹിന്ദു ക്ഷേത്ര സമുച്ചയമാണിത്. ചമ്പ രാജവംശമാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഹോച്ചിമിൻ സിറ്റിയാണ്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ നഗരമാണ് ഹോച്ചിമിൻ സിറ്റി. ഡനാങ്ങിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഹോച്ചിമിൻ സിറ്റിയിലെത്താം. ചരിത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണിത്. സൈഗോൺ എന്നായിരുന്നു ഈ നഗരത്തിന്റെ ആദ്യ പേര്. ഹോച്ചിമിൻ സിറ്റിയിലെ പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ വാർ റിമൻസ് മ്യൂസിയം. വിയറ്റ്നാം യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട ഹെലികോപ്റ്ററുകൾ, യുദ്ധവിമാനങ്ങൾ, പീരങ്കികൾ, യുദ്ധാവശിഷ്ടങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ നമുക്കിവിടെ കാണാവുന്നതാണ്. മ്യൂസിയത്തിൽ നിന്നും 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് കൂച്ചി ടണലിലെത്താം. കാടിനുള്ളിലെ നിരവധി തുരങ്കങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനാകുക. വിയറ്റ്നാം യുദ്ധസമയത്ത് സൈനികർ ഒളിച്ചിരുന്നത് ഈ തുരങ്കങ്ങളിലാണ്. അമേരിക്കൻ സൈന്യത്തിനെതിരായ വിയറ്റ്നാമീസ് ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെയും ഗെറില്ല യുദ്ധത്തിന്റെയും പ്രതീകമാണ് ഈ ടണൽ. സന്ദർശകർക്ക് ഈ ഇടുങ്ങിയ ടണലിനുള്ളിലേക്ക് ഇറങ്ങാനുള്ള അവസരവും ഇവിടെയുണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഇവിടെയുള്ള ഈ ഷൂട്ടിംഗ് റേഞ്ച്. ഇവിടെ സന്ദർശകർക്ക് ഒറിജിനൽ AK-47 ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനുള്ള അവസരവുമുണ്ട്. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്നും പോയി വരാൻ പറ്റുന്ന മറ്റൊരു ഡെസ്റ്റിനേഷനാണ് മേക്കോങ് ഡെൽറ്റ. വിയറ്റ്നാമിന്റെ അരിപ്പാത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. കാരണം രാജ്യത്തിന്റെ കാർഷിക ഉൽപ്പാദനത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്നത് ഇവിടെയാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ചെറുവള്ളങ്ങളിലും ബോട്ടുകളിലുമാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. വിയറ്റ്നാമിലെ മറ്റൊരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഡലാറ്റ്. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് 50 മിനിറ്റ് ഫ്ലൈറ്റിൽ സഞ്ചരിച്ചാലാണ് ഇവിടെ എത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 150 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഫ്രഞ്ച് കൊളോണിയൽ ആർക്കിടെക്ചർ, പൂന്തോട്ടങ്ങൾ, പൈൻ കാടുകൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങി പ്രകൃതി രമണീയമായ പ്രദേശമാണിത്. വിയറ്റ്നാമിലെ ഏറ്റവും മികച്ച കാപ്പികൾ ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്.
ഹോച്ചിമിൻ സിറ്റിയിൽ നിന്നും 1 മണിക്കൂർ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചാൽ എത്തുന്ന ഫുക്കോക്ക് ദ്വീപാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ദ്വീപാണിത്. വെളുത്ത മണൽത്തീരങ്ങൾ നിറഞ്ഞ മനോഹരമായ ബീച്ചുകളാണ് ഇവിടെയുള്ളത്. അതിനാൽ തന്നെ പേൾ ഐലൻഡ് എന്നും ഈ ദ്വീപ് അറിയപ്പെടുന്നുണ്ട്. കയാക്കിംഗ്, സ്കൂബ ഡൈവിംഗ് പോലുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികൾ എന്നിവ നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. 5-6 ദിവസത്തെ ഷോർട്ട് ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഹോച്ചിമിൻ സിറ്റിയിലെ പ്രധാന കാഴ്ചകളും ഹനോയിയും ഹനോയ്ക്ക് അടുത്തുള്ള നിൻബിന്നും ഹാലോങ് ബേയും പോകാവുന്നതാണ്. 8 ദിവസമുണ്ടെങ്കിൽ ഡനാങ്ങും ഹൊയാനും കൂടി ആഡ് ചെയ്യാം. കൂടുതൽ ദിവസമുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ കൂടി കാണാം. കാഴ്ചകൾ പോലെ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്ന ഒന്നാണ് വിയറ്റ്നാമീസ് ഫുഡും. കോഫികളുടെ നാടാണ് വിയറ്റ്നാം. അതുകൊണ്ട് തന്നെ കോക്കനട്ട് കോഫി, എഗ് കോഫി പോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കോഫികൾ ഇവിടെ കിട്ടും. ഈ വെറൈറ്റി കോഫികൾ ഒന്ന് രുചിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ ബീഫോ ചിക്കനോ ആഡ് ചെയ്തിട്ടുള്ള നൂഡിൽ സൂപ്പായ ഭോയും ഇവിടുത്തെ ഒരു പ്രധാന വിഭവമാണ്. ഇവിടുത്തെ ഏത് റെസ്റ്റോറൻറ്റ് ചെന്നാലും ഇത് ലഭിക്കുന്നതാണ്. ഭോ പോലെ ഫേമസ് ആയ മറ്റൊരു വിയറ്റ്നാമീസ് ഫുഡാണ് ബൂൻച. നൂഡിൽസിനൊപ്പം ഗ്രിൽഡ് പോർക്ക് സെർവ് ചെയ്യുന്ന ഒരു വിഭവമാണിത്. ഇതിനൊപ്പം ഒരു സോസ് കൂടി ഉണ്ടാകും. വിയറ്റ്നാമിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, കാശ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. പല സ്ഥലങ്ങളിലും പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.